ഇംഗ്ലണ്ടിന്റെ ഫാൻസ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാരണം ആ ഒരു ഇംഗ്ലണ്ടിന്റെ 2026 വേൾഡ് കപ്പിലേക്കുള്ള ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് ഞെട്ടി. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല പ്ലേയേഴ്സും ആ ഒരു സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല. തോമസ് ടെഷേൽ ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ എന്നെ പോലെ തന്നെ പലരും ഞെട്ടിയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ഇംഗ്ലണ്ടിന്റെ ഫാൻസ് എന്തായാലും ഞെട്ടിയിട്ടുണ്ടാവും. ഫുഡൻ, അതുപോലെ ഹാരി മഗ്വയർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻഡർ ഹാരി മഗ്വയർ, അതുപോലെ ചെൽസിയുടെ മികച്ച ആ ഒരു പ്ലെയർ കോൾ പാർമർ, ആൻഡ് റയൽ മാഡ്രിഡിലെ വിംഗ് ബാക്ക് ആയിട്ടുള്ള അലക്സാണ്ടർ ആർണോൾഡ്, അങ്ങനെ ഒരുപാട് മികച്ച താരങ്ങൾക്ക് ഇടം പിടിക്കാനായില്ല. പക്ഷെ സ്റ്റിൽ ഇംഗ്ലണ്ട് ഒരു മികച്ച ടീം തന്നെയാണ് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ. ഹാരി കെയ്ൻ, സാക്ക, ഡെക്ലാൻ റൈസ്, റാഷ്ഫോർഡ്, ബെല്ലിംഗാം, മെസ്സെ, അതുപോലെ ഒരു പിടി മികച്ച താരങ്ങളും. സോ ഒരു രീതിയിലും ഇംഗ്ലണ്ടിനെ വില കുറച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല. വേൾഡ് കപ്പാണ്, എന്ത് സംഭവിക്കാം, എന്ത് അട്ടിമറിയും സംഭവിക്കാം. സോ ഏതായാലും കാത്തിരിക്കാം ഇംഗ്ലണ്ടിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്.